മത്സരഫലം അറിയിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഫൈൻ ആർട്സ് സൊസൈറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രസിഡൻ്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൽ ഏതാണ്ട് 150ഓളം കഥകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. വളരെ സുതാര്യമായ ഒരു നിഗമനങ്ങളാണ് ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞത്. ഓരോ കഥയെക്കുറിച്ചും ആദ്യം 4 പേര്, പിന്നീട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 140-150 കഥകളിൽ നിന്ന് സെലക്ട് ചെയ്ത 22 കഥകൾ പിന്നീടത് 11ആയി മാറ്റുകയും ഈ 11 കഥകൾ മറ്റ് 2 പുറത്തുള്ള 2 പ്രഗത്ഭരായ വിധികർത്താക്കളെ കൊണ്ട് അതിൻ്റെ റിസൾട്ടുകൾ അംഗീകരിച്ചെടുക്കുകയുമാണ് ചെയ്തത്. ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയ കഥകളിൽ 1ാം സ്ഥാനത്തെത്തിയത് ഷാഹുൽ ഹമീദ് KT പെരിന്തൽമണ്ണയുടെ മെഹറിൻ എന്ന കഥയ്ക്കാണ് 1ാം സ്ഥാനം കിട്ടിയത്. 2ാം സ്ഥാനം വിനീത് PV കണ്ണൂരിൻ്റെ കാടകം എന്ന കഥയാണ്. 3ാം സ്ഥാനം 2 പേര് പങ്കിടുന്നു. ഒന്ന് രാജതിലകൻ K തൃശ്ശൂർ, കഥ ബദറുൽ മുനീർ. മറ്റൊന്ന് ജിജേഷ് കൊറ്റാളി കണ്ണൂരിൻ്റെ പിത്തം പ്രേമയുടെ മുലകൾ. ഈ 4 പേരെ കൂടാതെ മികച്ച 10 കഥകൾ എഴുതിയവർക്കും സമ്മാനങ്ങൾ നൽകുന്നു. 1ാം സമ്മാനം 5000 രൂപയും മൊമൻറ്റോയും സർട്ടിഫിക്കറ്റുമാണ്. 2ഉം 3ഉം സ്ഥാനക്കാർക്ക് മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും നൽകുന്നു. മികച്ച കഥകൾ എഴുതിയ അനാമിക സജീവ് കൊല്ലം, സോമൻ ചെമ്പ്രോത്ത് മലപ്പുറം, ശ്രീശാന്ത് പാലക്കാട്, സന്തോഷ് കേശവ് പാലക്കാട്, പുണ്യ CR പാലക്കാട്, ജോസ്ലറ്റ് ജോസഫ് ആലപ്പുഴ എന്നിവരാണ്. അവർക്ക് സർട്ടിഫിക്കറ്റുകളും മൊമൻറ്റോയും നൽകുന്നു. ആഗസ്റ്റ് 17-ന് NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 27ാമത് പരിപാടിയിൽ വെച്ച് ചെറിയതയുടെ അവാർഡുകൾ കൂടാതെ ഫാസിൻ്റെ വിദ്യാഭ്യാസ അവാർഡുകളും മികച്ച പ്രവർത്തനം നടത്തിയ സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങളും ഞങ്ങൾ വിതരണം ചെയ്യുന്നു. കഴിഞ്ഞ 11 വർഷമായി 101% ട്രാൻസ്പെറൻസി ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായി പറയാൻ പറ്റുന്ന ഇന്നിപ്പോൾ കേരളത്തിലെ ബഹുമിടുക്കന്മാരായിട്ടുള്ള എഴുത്തുകാർ ഈ സമ്മാനം വാങ്ങിയെന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് മലബാറിൽ നിന്നുള്ള അജേഷ് പച്ചാട്ട് അറിയപ്പെടുന്ന ചെറുകഥാകൃത്താണ്. അതുപോലെ തൃശ്ശൂരുകാരൻ അനിൽ ദേവസി, അയാൾ ദുബൈയിൽ നിന്നാണ് കഥ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പ് കിട്ടിയത്. അതോടൊപ്പം തന്നെ KS രതീഷ് തിരുവനന്തപുരത്തുള്ള, പിന്നെ ഫർസാന അലി മലപ്പുറത്തുള്ള. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ചെറുകഥാകൃത്തുക്കളാണ്. അവരെല്ലാം നമ്മുടെ സമ്മാനങ്ങൾ ഓരോ പ്രാവശ്യവും വാങ്ങിയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ വളരെ ഇതായിട്ട് നേരത്തെ രമേശ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം കഥകൾ 4 ആളുകൾ വായിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 44 കഥയാക്കി. ആ 44 കഥ 10 കഥയാക്കി. 10 കഥ പിന്നെ പുറത്ത് കൊടുത്തിട്ട് 1, 2, 3 ഇട്ട് തരാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. 2 പേർക്ക് കൊടുത്തിട്ട് അവരുടെ പൊതുവായ അഭിപ്രായം വാങ്ങി ചെയ്തിരിക്കുന്നത്. അത് തന്നെയല്ല, ഈ കഴിഞ്ഞ 11 കൊല്ലങ്ങൾക്കുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ കഥാകൃത്തുക്കൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിൽ പുന്നപ്ര ഫാസ് അവാർഡ് നേടിയ എഴുത്തുകാരനെന്നുള്ളത് എടുത്തെഴുതുന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു 10-20ഓളം പുസ്തകങ്ങൾ ഇന്നിപ്പം മലയാളത്തിലുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഇത് കിട്ടിയെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾക്കറിയാമല്ലോ, കഥ നമ്മളൊരു സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളൊരു സാഹിത്യ രൂപമായതുകൊണ്ട് അത് ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടുമാണ് പുനഃപ്രഫാസ് അത്തരമൊരു ശ്രമത്തിൽ മുൻകൈ എടുത്തതെന്നുള്ളതാണ്. അപ്പോൾ 271ാമത് പരിപാടിക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. 271ാം പരിപാടി ചിങ്ങം 1-ാം തീയതി പുന്നപ്ര NSS UPSൽ വെച്ച് നമ്മുടെ പ്രതിമാസ പരിപാടിയും വിദ്യാഭ്യാസ അവാർഡും ചെറുകഥ അവാർഡും കൂടെയാണ് കൊടുക്കുന്നത്.